Question number 15. Let PQ and MN be two straight lines touching the circle x square plus y square minus 4x minus 6y minus 3 equal to 0 at the points A and B respectively. Let O be the center of the circle and angle AOB is equal to pi by 3. Then the locus of the point of intersection of the lines PQ and MN is. അപ്പൊ നോക്കിയ മക്കളെ, ഇത് കോണിക് സെക്ഷൻസിൽ നിന്നുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സർക്കിളിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സർക്കിള് അവിടെ തന്നിട്ടുണ്ട്. സർക്കിളിന്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 6y മൈനസ് 3 ഈക്വൽ ടു 0. ക്ലിയർ ആയിട്ടും ആ സർക്കിളിന്റെ സെന്റർ നമുക്ക് 2,3 ആണെന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ റേഡിയസ് അല്ലെ, റേഡിയസ് ഓഫ് ദ സർക്കിൾ സ്ക്വയർ റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് -3 ശരിയാണല്ലോ. അതായത് റൂട്ട് 13 എന്ന് കിട്ടും. ശരിയല്ലേ? സോറി, റൂട്ട് 16 എന്ന് കിട്ടും അല്ലെ. അതായത് 4 എന്ന് വരും. അപ്പൊ സെന്റർ ഓഫ് ദ സർക്കിള് 2,3 ആണ്. റേഡിയസ് ഓഫ് ദ സർക്കിള് 4 ആണെന്ന് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ആ സർക്കിൾ ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചേക്കാം. ഓക്കെ, ഇങ്ങനെയാണ് സർക്കിൾ വന്നിരിക്കുന്നത് എന്ന് വിചാരിച്ചോളൂ. യെസ്. അപ്പൊ സർക്കിളിന്റെ സെന്റർ O ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സെന്റർ ഞാൻ O ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? PQMN രണ്ട് സ്ട്രൈറ്റ് ലൈൻസ് ആണ്. അപ്പൊ PQ എന്നും MN എന്നുമുള്ള രണ്ട് സ്ട്രൈറ്റ് ലൈൻസ് ഉണ്ട്. സപ്പോസ് ഒരു സ്ട്രൈറ്റ് ലൈൻ ദാ ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഒരു സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെ അല്ലെ. ഇതുപോലെ മറ്റൊരു സ്ട്രൈറ്റ് ലൈൻ ഉണ്ട്. അപ്പൊ ആ സ്ട്രൈറ്റ് ലൈൻ ദാ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോ PQ എന്നും MN എന്നുമുള്ള രണ്ട് സ്ട്രൈറ്റ് ലൈൻസ് ഉണ്ട്. ഈ രണ്ട് സ്ട്രൈറ്റ് ലൈൻസും ഈ സർക്കിളിനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ടച്ച് ചെയ്യുന്ന പോയിന്റുകളാണ് എയും ബിയും. അപ്പൊ ഞാൻ എയും ബിയും ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഇത് എ, ഇത് ബി ആയിട്ട് എടുക്കാം അല്ലെ. എ ഉണ്ട്, ബി ഉണ്ട്. ആംഗിൾ AOB π/3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ AOB എന്ന് പറയുന്ന ആംഗിള് π/3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ രണ്ട് ലൈൻസും കൂടി ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് അല്ലെ, ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന്റെ ലോക്കസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ ഒരു P എന്ന് പേരിട്ട് വിളിക്കാം. ആ Pയുടെ ലോക്കസ് ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഒരു പോയിന്റിന്റെ ലോക്കസ് വേണമെങ്കിൽ ആ പോയിന്റിനെ HK എന്ന് എടുക്കാം അല്ലെ. എന്നിട്ട് എച്ചിലും കെയിലുമുള്ള ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുത്താൽ മതി. ബട്ട് സാറ്റിസ്ഫൈങ് ഓൾ ദ കണ്ടീഷൻസ്. ശരിയാണല്ലോ? അപ്പൊ ഇവിടെ എച്ചിലും കെയിലുമുള്ള ഒരു റിലേഷൻ എങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും? ഇവിടെ നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ എന്താ? ആംഗിൾ AOB π/3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കിളിന്റെ സെന്റർ നമുക്കറിയാം. സർക്കിളിന്റെ റേഡിയസ് നമുക്കറിയാം 4 യൂണിറ്റ് എന്നറിയാം. ശരിയാണല്ലോ? ഞാനൊരു കാര്യം ചെയ്യുന്നു. ഞാൻ ഈ Pയും Oയുമായിട്ട് ജോയിൻ ചെയ്യുന്നു എന്ന് വിചാരിച്ചു. അങ്ങനെ Pയും Oയുമായിട്ട് ജോയിൻ ചെയ്താൽ ദാ ഇവിടെ വരുന്ന ഈ ആംഗിള് π/3യുടെ ഹാഫ് ആയിരിക്കില്ലേ? π/3യുടെ ഹാഫ് എന്ന് പറഞ്ഞാൽ π/6 അല്ലെ. അപ്പൊ π/6 ആണ് ശരിക്കും അവിടെ വന്നിരിക്കുന്ന ആ ഹാഫ് ആംഗിൾ എന്ന് പറയുന്നത്. ശരിയാണല്ലോ? ഇതുപോലെ എനിക്ക് PAയുടെ ലെങ്ത് കണ്ടുപിടിക്കാമല്ലോ. എന്താ PA എന്ന് പറയുന്നത്? P എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് വരച്ചിരിക്കുന്ന ടാൻജന്റ് ആണല്ലോ. ഒരു പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് ഒരു ടാൻജന്റ് വരച്ചാൽ ആ ടാൻജന്റിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ആ പോയിന്റ് എടുത്ത് സർക്കിളിന്റെ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റൂട്ട് എടുത്താൽ മതി. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് HK എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിന്റെ ഇക്വേഷന്റെ LHSലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റൂട്ട് എടുത്താൽ പോരെ. അപ്പൊ PA എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് H സ്ക്വയർ പ്ലസ് K സ്ക്വയർ മൈനസ് 4H മൈനസ് 6K മൈനസ് 3 എന്ന് കിട്ടും. കണ്ടോ? അപ്പൊ ഇതാണ് PA എന്ന് പറയുന്ന ലെങ്ത്. ഇത് കൂടാതെ നമുക്ക് എന്തുകൊണ്ട് OA എന്ന് പറയുന്ന റേഡിയസും ഉണ്ട്. ആംഗിൾ POA അത് π/6 എന്നുമുണ്ട്. ശരിയാണല്ലോ? ഇവിടെ വെച്ച് എനിക്ക് ശരിക്കും വേണ്ടത് എന്താ? എച്ചും കെയും വരുന്ന ഒരു റിലേഷൻ ആണ്. പക്ഷെ മറ്റു പാരാമീറ്റേഴ്സ് ഒന്നും അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. ഞാനൊരു കാര്യം ചെയ്യുന്നു. റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ PAO എടുക്കുന്നു. PAO ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിലെ ഒരു ആംഗിൾ ആണല്ലോ π/6. അവിടെ വെച്ച് ഞാൻ tan π/6 കണ്ടുപിടിക്കുന്നു. tan π/6 ഓപ്പോസിറ്റ് സൈഡ് ബൈ
അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് പി എ ആണ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഒ എ. ശരിയാണല്ലോ. ഇംപ്ലൈസ് എന്താ tan pi by 6? tan pi by 6 1/√3 is equal to പി എ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. h സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ മൈനസ് 4h മൈനസ് 6k മൈനസ് 3 അതിൻ്റെ സ്ക്വയർ റൂട്ടാണ്. ഡിവൈഡഡ് ബൈ ഒ എ എത്രയാണ്? 4. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ മക്കളെ കിട്ടുക? ഇംപ്ലൈസ് 4 is equal to √3 into സ്ക്വയർ റൂട്ട് ഓഫ് h സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ മൈനസ് 4h മൈനസ് 6k മൈനസ് 3 എന്ന് കിട്ടും. രണ്ട് സൈഡും ഒന്ന് സ്ക്വയർ ചെയ്യാം. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്താൽ 16 is equal to 3 into h സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ മൈനസ് 4h മൈനസ് 6k മൈനസ് 3 എന്ന് കിട്ടും. ശരിയല്ലേ? ബ്രാക്കറ്റ്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് റെഡിയാക്കിയാൽ 3 into h സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ അല്ലെ മൈനസ് 12h മൈനസ് 18k മൈനസ് 9. പക്ഷെ 16 കൂടെ മറുസൈഡിൽ പോകുമ്പോൾ അത് മൈനസ് 25 ആയിട്ട് മാറും. ഇസ് ഈക്വൽ ടു 0. അപ്പൊ എച്ചിലും കെയിലും മാത്രമായിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയില്ലേ? അപ്പൊ ഇതാണ് ലോക്കസ്. നമുക്കിനി എന്ത് ചെയ്യാം? എച്ചിന് പകരം എക്സ് കൊടുക്കാം, കെക്ക് പകരം വൈ കൊടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലോക്കസ് ഓഫ് എച്ച് കോമ കെ നമുക്ക് എന്താ കിട്ടുക? 3 into x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 12x മൈനസ് 18y മൈനസ് 25 ഈക്വൽ ടു 0 എന്ന് വരും അല്ലെ? അപ്പൊ ഇങ്ങനെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ 4 ആണെന്ന് കാണാൻ പറ്റും. സോ ഓപ്ഷൻ 4 ഈസ് ദി കറക്റ്റ് ആൻസർ.